നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന സെപ്റ്റംബർ 13 ജ്യോതിഷപരമായി പറയുമ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനമാണ്. എന്തെന്നാൽ ഇവിടെ സൂര്യനും ബുധനും കൂടി സംഗമിക്കുന്നതിൻ്റെ ഫലമായി അന്നേ ദിവസം മുതൽ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതം വളരെയധികം ഭാഗ്യത്തിലേക്ക് കുതിക്കാൻ പോവുകയാണ്. ഇതുവരെ പറഞ്ഞതും അറിഞ്ഞതും കേട്ടതും ഒന്നുമല്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത് 27 നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരുമെങ്കിൽ പോലും ഇവിടെ 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാർക്കാണ് ഇത് പൂർണ്ണമായ മാറ്റത്തെ പ്രദാനം ചെയ്യുന്നത്. വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ഇതുവരെ പറഞ്ഞതോ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ കേട്ടതോ ആയ കാര്യമല്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയാൻ പോകുന്ന, നിങ്ങളുടെ തലവര തെളിയാൻ പോകുന്ന ദിവസമാണ് 13 എത്തിച്ചേരാനായി പോകുന്നത്. ഗുണാനുഭവങ്ങൾ ധാരാളമായി വന്നു ചേരും. ഉയർച്ചയുടെ പടവുകൾ കടക്കാൻ പോവുകയാണ് നിങ്ങളിനി. ജീവിതത്തിൽ ഇതുവരെ താഴ്ച മാത്രം സംഭവിച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച കടന്നു വരാൻ പോവുകയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതിനപ്പുറവും ഭഗവാൻ നിങ്ങൾക്ക് നൽകാനായി പോകുന്ന ഒരു സമയമാണ്. ഇവിടെ വളരെയധികം നേട്ടം വന്നു ചേരും. സാമ്പത്തികമായ തടസ്സങ്ങൾ, സമ്പത്ത് കയ്യിലേക്ക് എത്തുന്നതിന് എന്തൊക്കെയാണോ തടസ്സമായി നിൽക്കുന്നത് ആ തടസ്സങ്ങൾ മാറി നിങ്ങളുടെ കയ്യിലേക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഒഴുക്കുണ്ടാകുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് കർമ്മസ്ഥാനത്തുള്ള തടസ്സങ്ങൾ മാറുന്നതാണ്. അതേപോലെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള തടസ്സം, സന്തതിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സം, അങ്ങനെ പലവിധ തടസ്സങ്ങളും മാറുന്ന ഒരു പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായകമായ അല്ലെങ്കിൽ വഴിത്തിരിവാകുന്ന ഒരു ദിവസം എന്ന് വിശേഷിപ്പിക്കാം ഈ വരുന്ന 13 വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന, വളരെയധികം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നെത്തുന്ന, വളരെയധികം നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് ആദ്യത്തെ കൂട്ടരായി വരുന്നത്. നിങ്ങൾക്ക് ശുഭകരമായ മാറ്റം 13 മുതൽ തുടങ്ങുകയാണ്. കർമ്മസ്ഥാനം ഉയർച്ചയാണ് കാണുന്നത്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ, ധനപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാകാം, ശമ്പളം കിട്ടാത്തതായിട്ടുള്ള തടസ്സം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകുന്നതിന് പല ബുദ്ധിമുട്ടുകളുള്ള, അതായത് ഇപ്പോൾ നിലവിൽ ആദ്യമായി ജോലിയിലേക്ക് കടന്നവർക്കാണെങ്കിൽ അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത് പോകെ മാത്രമേ നേരെയാവുകയുള്ളൂ. എന്നാൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന, കർമ്മസ്ഥാനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് സഹപ്രവർത്തകരിൽ നിന്നുള്ള സമീപനമാകാം, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള സമീപനമാകാം, അങ്ങനെ എന്തൊക്കെ ദുരിതങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു അതിനൊക്കെയും 13 മുതൽ മാറ്റമുണ്ടാകും. സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട്. സമൂഹത്തിൽ മാന്യതയുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി 10 പേരാൽ വാഴ്ത്തപ്പെടുന്ന തരത്തിലേക്കുള്ള ഉയർച്ചയിലൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ സെപ്റ്റംബർ 13 മുതൽ വളരെയധികം നേട്ടവും ഭാഗ്യവുമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. സ്വപ്നങ്ങളൊക്കെയും സാക്ഷാത്കരിക്കപ്പെടുന്ന, സ്വപ്നങ്ങളൊക്കെയും സഫലമാകാൻ കഴിയുന്ന, ഇനിയും നിരവധി സ്വപ്നങ്ങൾ കാണാനും അതിലേക്ക് എത്തിച്ചേരാനും കരുത്ത് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് തുടങ്ങുന്നത്. പ്രണയിക്കുന്ന ആളുകൾക്കും ഗുണപരമായ ഒരു മാറ്റത്തിൻ്റെ, അതായത് പ്രണയിക്കുന്ന ആളുകൾ, പ്രണയിച്ചിരുന്നാൽ മാത്രം പോരല്ലോ, അത് വിവാഹത്തിലേക്ക് എത്തിയാലല്ലേ പ്രണയം പൂർണ്ണമായി അല്ലെങ്കിൽ പൂവണിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെയുള്ള അവസരത്തിലേക്ക്, അതായത് നിങ്ങളുടെ പ്രണയം 2 കൂട്ടരും ചേർന്ന്, 2 വശത്തെ മാതാപിതാക്കളും കൂടെ ചേർന്ന് അത് വിജയകരമായി വിവാഹത്തിലേക്ക് എത്തിത്തരുന്ന, അതുവഴിയും സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് 13 മുതൽ നിങ്ങളെ തേടിയെത്തുന്നത്. നല്ല രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കാൻ കഴിയുന്ന, എപ്പോഴും സന്തോഷത്തോടു കൂടി ചിന്തിക്കാൻ കഴിയുന്ന ദിനങ്ങളാണ് വന്നു ചേരാനായി പോകുന്നത്. മകം, പൂര, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും 13 മുതൽ മാറ്റത്തിൻ്റെ സമയമാണ്. ഒരു പുതിയ ചുവടുവയ്പ്. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായ വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇരട്ടി സന്തോഷവും നേട്ടവുമാണ്. സാമ്പത്തികമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിലയുണ്ട്, ആ നിലയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവാനുഗ്രഹം ഇവിടെയുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ്. ദൈവാനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യവും ഒരു വിൽ പവറും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും 13 മുതൽ നല്ല ഒരു സമയം തുടങ്ങുകയാണ്. ബുധൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളതിനാൽ വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ്. സന്തോഷത്തിനുള്ള വകകൾ വന്നു ചേരുന്നതാണ്. വിവാഹ
കാര്യങ്ങളിലും തീരുമാനമാകും. അപ്പോൾ പ്രണയിക്കുന്നവർക്കും നല്ല സമയമാണ്. പ്രണയം വീട്ടിൽ പറഞ്ഞ് അതെന്തെങ്കിലും നിമിത്ത പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും 13-ാം തീയതി മുതൽ അതൊക്കെ രമ്യതയിലാക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയൊരു വീടോ അല്ലെങ്കിൽ വാഹനമോ ഒക്കെ വാങ്ങാനുള്ള യോഗവും തെളിയുന്നുണ്ട്. ഇവിടെ സൂര്യൻ്റെ അനുഗ്രഹം കൂടി എടുത്തു പറയേണ്ടതാണ്. അത് ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച, പെട്ടെന്നുള്ളൊരു തെളിച്ചം. ഭഗവാൻ സൂര്യൻ എങ്ങനെയാണ് തെളിഞ്ഞല്ലേ കാണുന്നത്, അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മങ്ങി നിന്നിരുന്നതാണ് ബിസിനസ്. പക്ഷേ ആ മങ്ങലൊക്കെ മാറി ഇനി തെളിച്ചത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ്. ആരോഗ്യ കാര്യങ്ങളെ ഓർത്തും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും കാണുന്നില്ല. മികച്ചതുമായ ദൃഢമായ ഒരു ആരോഗ്യ, ദൃഢഗാത്രരായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറി സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് 13-ാം തീയതി മുതൽ തുടങ്ങാനായി പോകുന്നത്. പ്രാർത്ഥന, വഴിപാട്, നേർച്ചകൾ ഇതൊന്നും മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും. എന്തെന്നാൽ ഇതിൻ്റെയൊക്കെ ഫലമായി എത്തിയ ദൈവാധീനത്തെ വീണ്ടും ബൂസ്റ്റ് ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടവും ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കടകം രാശിക്കാർക്കും 13-ാം തീയതി മുതൽ മാറ്റങ്ങളും നേട്ടവും ഒക്കെ ഉണ്ടാവുകയാണ്. കുടുംബത്തിൽ നിന്ന് ഏത് കാര്യത്തിനും പിന്തുണ വന്നു ചേരുന്ന സമയമാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും ആ പ്രണയത്തിലേക്കും പിന്തുണ ഉണ്ടാകുന്നത്, അതായത് അത് വിവാഹബന്ധത്തിലേക്ക് എത്തുന്നതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ സന്തോഷം, സമാധാനം എന്നിവ വന്നു ചേരുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിട്ടുണ്ട്. ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള പല കാര്യങ്ങൾക്കും പഴി കേൾക്കേണ്ടതായ അവസ്ഥ വന്നു. ജീവിതമാകെ താറുമാറായി സമാധാനം നഷ്ടപ്പെട്ടൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റമുണ്ടാകുന്നു. സാമ്പത്തിക സ്ഥിതി മികച്ചതാകുമ്പോൾ തന്നെ പകുതി ടെൻഷനുകൾ നിങ്ങളുടെ അകന്നു മാറിക്കൊള്ളും. അപ്പോൾ ഇവിടെ അതൊക്കെ വന്നു ചേരുന്ന, അതായത് സാമ്പത്തികമായൊരു മാറ്റം വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തിക മാറ്റം എന്ന് പറയുമ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുകൂടി നിങ്ങൾ സജ്ജമാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഇനിയുള്ള ഉയർച്ചയ്ക്ക് ദാനധർമ്മങ്ങളും ചെയ്യുക, അതായത് ഒരു പുണ്യപ്രവൃത്തിയാണ് ദാനം ചെയ്യുക. അറിഞ്ഞ് മറ്റുള്ളവർക്ക്, അതായത് നിർധനരായ ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ, പഠന സാമഗ്രികളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല ഒരു പ്രവൃത്തിയാണ്. ആ ഒരു പ്രവൃത്തിയുടെ ഗുണം നിങ്ങളുടെ വരുന്ന തലമുറകൾക്കൊക്കെ അനുഗ്രഹമായി വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ വലിയ ഒരു തോതിലുള്ള ധനവരവാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനോടൊപ്പം ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും ദാനധർമാദികളൊക്കെ, അത് അന്നദാനമായിട്ടായാലും അല്ലാതെ ധനം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളായാലും അതിലേക്കൊക്കെ മനസ്സിനെ കൊണ്ടുവരാനും കൂടി ഒന്ന് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലും അനാവശ്യ രീതിയിലേക്ക് ധനങ്ങൾ വിനിയോഗിക്കാതിരിക്കാനും ഉത്തമമായ കൈകളിലേക്ക് മാത്രം ധനം കൊടുക്കാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഒക്കെ വന്നു ചേരുന്നതിനും ദാനധർമാദികൾ വളരെയധികം നിങ്ങളെ സഹായിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയൊരു മാറ്റം വരുമ്പോൾ വന്ന വഴി മറക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയും ഉണ്ടാകേണ്ടതാണ്. നമ്മൾ ഏതെല്ലാം ദുസ്സഹമായ അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുണ്ട്, ആരൊക്കെ നമുക്ക് സഹായവും താങ്ങുമായി നിന്നിട്ടുണ്ട് എന്നതൊക്കെ മറക്കാതിരിക്കാനും ശ്രമിക്കുക. വലിയൊരു മാറ്റത്തിൻ്റെ സമയമായതിനാൽ തന്നെ ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മറക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും മറക്കാതെ മുന്നോട്ട് പോയാൽ നിങ്ങളിനി ഉദ്ദേശിക്കുന്നതിനപ്പുറം നേട്ടത്തിലേക്കും മികച്ച ഒരു ജീവിത സാഹചര്യത്തിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നതാണ്. ഇവിടെ 13-ാം തീയതി മുതൽ ഈ 3 രാശിയിൽപ്പെടുന്ന 9 നക്ഷത്രക്കാർക്കും മാറ്റം വന്നു ചേരുകയാണ്. കോടികൾ കയ്യിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. കോടിക്കണക്കിന് കടങ്ങളുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് വീട്ടാൻ സാധിക്കും. ഇനി ഒരു മനസ്സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരേണ്ടേ, അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നതും. അങ്ങനെയുള്ള ഒരു സമയം തന്നെയാണ്. അപ്പോൾ സ്ഥലദേവൻ്റെ പ്രീതി നേടുക, കുടുംബക്ഷേത്ര ദർശനം, ദൂരെയാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോയി നിങ്ങൾ കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അതിലുപരി സ്ഥലദേവനെ, അതായത് നിങ്ങളുടെ വീടിനോട് ചേർന്ന ആദ്യത്തെ ക്ഷേത്രം ഏതാണ്, ദേവനാകാം, അവിടെ പ്രതിഷ്ഠ ദേവിയാകാം, ആരായിക്കൊള്ളട്ടെ ആ ക്ഷേത്രമാണ് സ്ഥലദേവൻ അല്ലെങ്കിൽ സ്ഥലദേവി എന്ന് പറയുന്നത്. അപ്പോൾ ആ ദേവാലയം ദർശിക്കുക. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ, കയ്യിൽ എത്ര രൂപയാണുള്ളത് അതിനനുസരിച്ചുള്ള ചെറിയ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോൾ എവിടെ നിന്നും കിട്ടാത്ത ഒരു സമാധാനം നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന്. ആ ഒരു സമാധാനം നമ്മൾക്ക് വന്നു ചേരണം. ആ പോകുന്ന സമയം മാത്രമല്ല, നമ്മൾ ഗൃഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും മിക്കവാറും ആളുകൾ പറയാറുണ്ട്, ഗൃഹത്തിലേക്ക് വന്ന് കയറിക്കഴിഞ്ഞാൽ ഇരിക്കാൻ തോന്നാറില്ല, നിൽക്കാൻ തോന്നാറില്ല, ആകെ ഒരു മടുപ്പാണ്, എങ്ങോട്ടെങ്കിലും പുറത്തോട്ട് ഇറങ്ങി പോകണമെന്ന് തോന്നുമെന്ന്. എങ്ങോട്ടെങ്കിലും പോകണമെന്നാണ് തോന്നുന്നത്. എങ്ങോട്ടാണ് പോകേണ്ടത്? ഭഗവാന്റെ സന്നിധിയിൽ പോവുക, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് ചന്ദനം കിട്ടും, ആ പ്രസാദം നെറ്റിയിൽ അണിഞ്ഞ് വീട്ടിലോട്ടൊന്ന് വന്ന് കയറി നോക്കുക. നിങ്ങളിൽ എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും, ആ ഗൃഹത്തിൽ എന്ത് നെഗറ്റിവിറ്റി ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് പുറത്തു പോയി അവിടെ പോസിറ്റിവിറ്റി ഉണ്ടാകും. നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്കൂ. മാറ്റത്തിൻ്റെ സമയമായതിനാൽ വീണ്ടും 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 ഭഗവാനെ പ്രാർത്ഥിക്കൂ, മന്ത്രോച്ചാരണങ്ങൾ നടത്തൂ. അത് ജീവിതത്തിൽ ഇരട്ടി നേട്ടവും ഭാഗ്യവും കൊണ്ടുതരും. അപ്പോൾ 13-ാം തീയതി ഓർത്തു വെച്ചുകൊള്ളുക, ഈ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് നിങ്ങൾക്ക്.